ഹായ് ഫ്രണ്ട്സ്, ജെഫ് ബെസോസ് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാഗ്നറ്റാണ്. ഇദ്ദേഹം ആമസോണിൻ്റെ ഫോർമർ സിഇഒയും പ്രസിഡന്റും കൂടിയാണ്. ഇദ്ദേഹം ഒരിക്കലെ വാരൻ ബുഫയുമായുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് വാരൻ ബുഫയുടെ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്, എന്നിട്ടും ആളുകൾ എന്താണ് അത് കോപ്പി ചെയ്യാത്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിന് വാരൻ ബുഫ നൽകുന്ന രസകരമായ ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറയുന്നു, നോബഡി വാണ്ട്സ് ടു ഗെറ്റ് റിച്ച് സ്ലോ. അതായത് ആർക്കും മെല്ലെ പണക്കാരനാകാൻ താല്പര്യമില്ല, വളരെ വേഗത്തിൽ പണക്കാരനാകണം. അതുകൊണ്ടാണ് അവർക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇത് വളരെയധികം അർത്ഥവത്തായ ഒരു മറുപടിയാണ്. കാരണം പലരും നമുക്കറിയാം മാർക്കറ്റിൽ മൾട്ടി ബാഗർ റിട്ടേൺ കിട്ടാനുള്ള അത്തരം സ്റ്റോക്കുകൾ തേടിയുള്ള അതിൻ്റെ ഒരു നെട്ടോട്ടത്തിലാണ്. അപ്പോൾ ഇന്ന് വാങ്ങിയ സ്റ്റോക്ക് നാളെ തന്നെ റാലി നടന്ന് ലാഭം ഉണ്ടാക്കണം എന്ന അമിതമായ ആഗ്രഹം കാരണം ചെറിയൊരു പ്രൈസ് ക്രാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൽ വന്നാൽ പാനിക് ആവുകയും അങ്ങനെ അത് മൊത്തം വിറ്റ് ഒഴിവാക്കിക്കൊണ്ട് മാർക്കറ്റിനോട് ഗുഡ് ബൈ പറയുന്നവരെയും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം അവർക്ക് ഒരിക്കലും സ്ലോ ആയിട്ട് റിച്ച് ആവണ്ട എന്ന ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകളെ വളരെ റിയലിസ്റ്റിക് ആയ ഒരു സമീപനത്തോടു കൂടി നോക്കുകയും 20% എന്നുള്ള ഒരു ഇയർലി റിട്ടേൺ പോലെയുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിട്ടേൺ മാത്രം പ്രതീക്ഷിക്കുക. അതിൽ നിന്നും അധികം കിട്ടുകയാണെങ്കിൽ അത് ബോണസ് ആയിട്ട് കണക്കാക്കുക. അതായത് നമുക്കൊരു FD റിട്ടേണിനെ ബീറ്റ് ചെയ്യണം, അതുപോലെ നിഫ്റ്റിയെ ബീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ അവിടെ നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റാണ് വെക്കേണ്ടത്. നമുക്കറിയാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സിലാണ്. അപ്പോൾ ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ നമുക്ക് ഒരു സമയം കൊടുക്കേണ്ടത്. അപ്പോൾ ആ സമയം നമ്മൾ അനുവദിക്കണം. അതാണ് നമ്മൾ ലോങ് ടേം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ദീർഘകാലത്തേക്കൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു റിട്ടേണിനെ കുറിച്ചുള്ള റിയലിസ്റ്റിക് ആയ ഒരു സമീപനം നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസത്തോടെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്ന അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഏജൻസി ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് പറയുന്നത് മീഡിയം ടേമിൽ നല്ലൊരു മൊമെൻറ്റം ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാവും എന്നുള്ളത്. 2030 വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് രംഗത്തുള്ള ഒരു സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയാണ്. കാരണം ഇവരുടെ മാർക്കറ്റ് സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു റവന്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കമ്പനിയാണ്. ഇവർ ഫിനാൻഷ്യൽ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ക്ലയൻസിന് വലിയ വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനുള്ള ഇൻപുട്ടുകൾ കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. ഇപ്പോൾ ന്യൂയോർക്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി അവർക്ക് ഇൻ്റർനാഷണലായിട്ട് പല രാജ്യങ്ങളിലും ഫിനാൻഷ്യൽ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനി പുറത്തുവിട്ട ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും 20 സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റാണ് അവർ 2030 വരെ ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റുള്ള ആ ഒരു 20 സ്റ്റോക്കുകളിൽ ഒന്നാമതായിട്ട് അവർ പറയുന്നത് റിലയൻസ് ആണ്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം അത് വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷം അത് നൽകിയ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 28% മാത്രമാണ്. നിഫ്റ്റിയുടെ ഏകദേശം അതേ റിട്ടേൺ മാത്രമാണ് അതിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 20,000 കോടിയുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് റിലയൻസ്. പക്ഷേ റിലയൻസിൽ പലവിധ ബിസിനസ്സുകളുണ്ട്. അതൊരു വലിയൊരു കോൺഗ്ലോമറേറ്റ് ആണ്. ഈ അടുത്ത കാലത്താണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്നുള്ള കമ്പനി അതിൽ ഡീമേർജ് ചെയ്തത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് റിലയൻസ് ജിയോയുടെ IPO ആണെന്നാണ് പൊതുവെ മാർക്കറ്റിൽ കേൾക്കുന്ന ഒരു ന്യൂസ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ പോർട്ട്ഫോളിയോയിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ രണ്ടാമത്തെ സ്റ്റോക്ക് പറയുന്നത് L&T ആണ്. ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതായത് EPC കമ്പനിയാണിത്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 29% മാത്രമാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 5 ലക്ഷത്തിന് മുകളിലുള്ള വലിയൊരു കമ്പനിയാണിത്. ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത, അവരുടെ ഓർഡർ ബുക്ക് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ മാസങ്ങളിലും പുതിയ പുതിയ വർക്ക് ഓർഡറുകൾ ഇവർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2020 മുതൽ ഇവരുടെ ഒരു റെക്കോർഡ് ഹൈയിൽ അവർ ഓർഡർ ബുക്ക് എത്തിയിരുന്നു. അപ്പോൾ ഏകദേശം 19% വളർച്ച 2022-ലും 2023-ലെയും ഓർഡർ ബുക്കുകൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഓർഡർ ബുക്കിൻ്റെ പ്രത്യേകത 62% ഡൊമസ്റ്റിക് ആണെങ്കിലും ബാക്കിയുള്ള ഓർഡർ ബുക്കുകളൊക്കെ വിദേശത്ത് നിന്നാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ USA-യിൽ നിന്ന് 16%, യൂറോപ്പിൽ നിന്ന് 19%, മിഡിൽ ഈസ്റ്റിൽ നിന്ന് 3% ഒക്കെയുള്ള
വലിയ ഓർഡർ ബുക്കുകളാണ് നമുക്ക് ഈ കമ്പനിയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ സ്റ്റോക്ക് തീർച്ചയായും ഈ ഒരു EPC കമ്പനികളിൽ മാർക്കറ്റ് ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള ഇത് തീർച്ചയായും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റോക്കാണെന്നാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. നമുക്കും അത് ബോധ്യമുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് അവർ പറയുന്നത് NTPC ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ പവർ ഷോർട്ടേജിൻ്റെ ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ തീർച്ചയായും നല്ല തോതിലുള്ള പവർ ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ്. കാരണം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആവശ്യമുള്ള ഓവർ ഹെഡാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം NTPC നൽകിയ റിട്ടേൺ 80% മുകളിലാണ്. 4 ലക്ഷം കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയാണ് NTPC. അപ്പോൾ ഈ NTPC തന്നെ അടുത്ത് തന്നെ അവർ ഗ്രീൻ എനർജിയിൽ അവരുടെ 10,000 കോടിയുടെ ഒരു IPOയുമായിട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ NTPCയുടെ വളർച്ച തീർച്ചയായും 2030 വരെ നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സ്റ്റോക്കും തീർച്ചയായും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്റ്റോക്കാണെന്ന് ഗോൾഡ്മാൻ സാക്സ് പറയുന്നു. നമുക്കും ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലെത്താൻ പറ്റും. നാലാമത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയാണ്. 98% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 3,80,000 കോടിക്ക് മുകളിലുള്ള വലിയൊരു ലാർജ് ക്യാപ്പ് കമ്പനിയാണിത്. ഇപ്പോൾ മാരുതി സുസുക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രാൻസ്പോർട്ട് കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഇവർ മാരുതി സുസുക്കിയെ പോലെ പാസഞ്ചർ കാർസ് മാത്രമല്ല, ഇവരുടെ ഓട്ടോമൊബൈൽ ഡിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. 2 വീലേഴ്സ് ഉണ്ട്, 3 വീലേഴ്സ് ഉണ്ട്, അതുപോലെ പാസഞ്ചർ വെഹിക്കിൾ ഉണ്ട്, കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ട്, ട്രാക്ടേഴ്സ് ഉണ്ട്, എർത്ത് മൂവേഴ്സ് ഉണ്ട്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു കോൺഗ്ലോമറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്. അഞ്ചാമത്തെ സ്റ്റോക്ക് അൾട്രാടെക് സിമെന്റ് ആണ്. കഴിഞ്ഞ ഒരു വർഷം 46% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണിത്. ഇതിന്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് 3,48,000 കോടിക്ക് മേലുള്ള ഏറ്റവും മാർക്കറ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സിമെന്റ് സെക്ടറിലുള്ള. ഇത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഒരു പ്രസ്റ്റീജിയസ് കമ്പനിയാണ് അൾട്രാടെക് സിമെന്റ്. അപ്പോൾ ഇവരുടെ ഒരു കപ്പാസിറ്റി വളരെയധികം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 152 മില്യൺ ടൺസ് പെർ ആനോ കപ്പാസിറ്റിയുള്ള പ്ലാന്റുകളാണ് ഇവർക്ക് സിമെന്റ് സെക്ടറിലുള്ളത്. അത് ഇന്ത്യൻ സിമെന്റ് മാർക്കറ്റിൽ ഏകദേശം 30% മാർക്കറ്റ് ഷെയറും ഇവർക്കുണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് ഷെയർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇവർ ഇന്ത്യ സിമെന്റ്സ് എന്ന് പറയുന്ന സിമെന്റ് കമ്പനി അക്വയർ ചെയ്തത്. അങ്ങനെയുള്ള അക്വിസിഷനിലൂടെ ഇവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്കും തീർച്ചയായിട്ടും ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയൊരു റോള് പ്ലേ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ലീഡിംഗ് സിമെന്റ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയും തീർച്ചയായിട്ടും നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മഹാരത്ന PSU കമ്പനിയാണ്. ഇന്ത്യയുടെ ലാർജസ്റ്റ് ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ കമ്പനിയാണിത്. 83% ഒരു റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം നൽകിയത്. 3,40,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയാണ് പവർ ഗ്രിഡ്. അപ്പോൾ ഇവർക്ക് ഈ ട്രാൻസ്മിഷൻ രംഗത്ത്, പ്രത്യേകിച്ച് ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ രംഗത്തും അതുപോലെ അതിൻ്റെ നെറ്റ്വർക്കിങ്ങിലും ഏകദേശം 85% ഓണർഷിപ്പ് ഇവരുടെ കയ്യിലാണ്. അതായത് മൊത്തം ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന പവറിൻ്റെ 45% ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ പവർ ഗ്രിഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പവർ കമ്പനിയാണ്. ഇത് തീർച്ചയായിട്ടും നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് അദാനി പോർട്ടാണ്. 79% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം അദാനി പോർട്ട് നൽകിയത്. മാർക്കറ്റ് ക്യാപ്പ് 3,18,000 കോടിയുള്ള വലിയൊരു കമ്പനിയാണ് അദാനി പോർട്ട്. അദാനി കമ്പനികൾ എന്ന് പറയുന്നത് വളരെയധികം ഡെറ്റുള്ള കമ്പനികളാണ്. അപ്പോൾ മറ്റ് അദാനി കമ്പനികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെയാണ് നമുക്ക് കാണാം. കാരണം ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ പോർട്ടിൻ്റെത്. എന്നിട്ട് പോലും അത് 1-ൽ താഴെയാണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. കൂടാതെ അദാനി കമ്പനികൾ പലതും ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു PE റേഷ്യോ 34 എന്നുള്ള ലെവലിലും കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദാനി കമ്പനികളിൽ ഒരു മെച്ചപ്പെട്ട കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അദാനി പോർട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അദാനി പോർട്ട് ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ഓപ്പറേറ്ററാണ്. എൻഡ് ടു എൻഡ് ലോജിസ്റ്റിക് പ്രൊവൈഡർ കൂടിയാണ് ഇവർ. അദാനി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അദാനി പോർട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗോൾഡ്മാൻ സാക്സും ഈ ഒരു സ്റ്റോക്കിൽ ബുള്ളിഷാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് ഇൻഡിഗോ എയർലൈൻസ് ആണ്, അഥവാ ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി. 102% വമ്പിച്ച റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 1,88,000 കോടിയുള്ള ഒരു വലിയ കമ്പനിയാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അത്ഭുതപ്പെടുത്തുന്ന റേഷ്യോ ആണ്. 26.5 എന്നുള്ള ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ് നമുക്ക് കാണുക. വളരെ ഹൈ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ഇവരുടെ ഡെറ്റ് പൊസിഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലീസ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. അതായത് ഇവരുടെ ഫ്ലൈറ്റുകളിൽ ഭൂരിഭാഗം ഇവർ ലീസിനെടുത്തുകൊണ്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലീസ് ലയബിലിറ്റിയാണ് ഇവിടെ ഡെറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്, അല്ലാണ്ട് ഒരു ലോങ് ടേം ലയബിലിറ്റി അല്ല. അതുകൊണ്ട് വളരെയധികം അപകടകരമായ ഒരു രീതിയിലേക്ക് അത് പോവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 2020 മുതൽ 2023 വരെ കഴിഞ്ഞ 4 വർഷം, കൊറോണ തുടങ്ങിയിട്ടുള്ള ആ ഒരു 4 വർഷം ഈ കമ്പനി ലോസിലായിരുന്നു. കാരണം നമുക്കറിയാം ആ സമയത്ത് യാത്രകളൊക്കെ വളരെയധികം ചുരുങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം, സ്വാഭാവികമായിട്ട് കമ്പനി ലോസിലായിരുന്നു. അപ്പോൾ ആ ഒരു ലോസ് ഇപ്പോഴാണ് അവർ റിക്കവർ ചെയ്തിട്ടുള്ളത്. ഈ 2024 ലാഭത്തിൽ ഈ കമ്പനി വരാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഏവിയേഷൻ രംഗത്ത് ഏകദേശം 62% മാർക്കറ്റ് ഷെയർ ആണ് ഇവർക്കുള്ളത്. ഇപ്പോൾ ലോകത്തിലെ ഡെയിലി ഡിപ്പാർച്ചേഴ്സിൻ്റെ ഒരു കണക്കെടുത്താൽ എയർലൈൻ കമ്പനികളിൽ ലോകത്തിലെ 7ാം സ്ഥാനത്താണ് നമുക്ക് ഈ ഇൻഡിഗോ എയർലൈൻസ് കാണാൻ കഴിയുക. അപ്പോൾ അത് ഈ സ്റ്റോക്ക് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു പിയർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇവരുടെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്പൈസ് ജെറ്റാണ്. അത് 7,000 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ചെറിയൊരു കമ്പനിയാണ്. ആ കമ്പനിയാണെങ്കിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയുമാണ്. യാതൊരുവിധ കോമ്പറ്റേറ്ററും ഇല്ലാത്ത ഒരു സെഗ്മെൻറ്റിൽ ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നും കൂടി ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്ത സ്റ്റോക്ക് യൂനോമിൻ്റ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. പ്രധാനമായിട്ടും ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിലുള്ള കമ്പോണൻസ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. സ്വിച്ചിങ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് സിസ്റ്റം, അതുപോലെ അക്കോസ്റ്റിക് സിസ്റ്റം, അതുപോലെ സീറ്റിംഗ് സിസ്റ്റംസ്, അലോയ് വീൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയാണിത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഇവർക്കുണ്ട്. അതിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ കമ്പോണൻറ്റുകൾ നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ആണ് അത്. അപ്പോൾ അതും നമുക്ക് ഈ കമ്പനിയുടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് മനസ്സിലാക്കാം. ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷം 92% റിട്ടേൺ നൽകിയിരുന്നു. 66,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണിത്. ഈ കമ്പനിയും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഗോൾഡ്മാൻ സാക്സിൻ്റെ അഭിപ്രായം. ഈ 10ാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ എംബസി റീച്ച് എന്ന് പറയുന്ന സ്റ്റോക്ക്, അഥവാ എംബസി ഓഫീസ് പാർക്സ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഇവിടെ റിയൽ എസ്റ്റേറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിഗണിക്കാവുന്ന ഒരു മേഖലയാണ് ഈ റീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് അവർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രത്യേകിച്ച് ഓഫീസ് സ്പേസ് റെൻ്റൽ പോലെയുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന റെൻ്റൽ ഇൻകം ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന ഏകദേശം ഈ റീറ്റ്സിൻ്റെ നിയമം അനുസരിച്ച് 90% റെൻ്റൽ ഇൻകമും അവർ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റ്സാണിത്. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഒഫീഷ്യൽ റീറ്റ്സ് ആണ്. ഏരിയ വൈസ് നമ്മൾ കണക്കൂട്ടുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതും തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. 30% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. 37,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ 10 സ്റ്റോക്കുകൾ കൂടാതെ ഇനിയും ധാരാളം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഈ ലിസ്റ്റിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഐഷർ മോട്ടോഴ്സ് ഈ ലിസ്റ്റിലുണ്ട്. അതുപോലെ ഹെവൽസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ കൺസ്യൂമർ ഇലക്ട്രിക് കമ്പനിയുണ്ട്. കൂടാതെ പോളിക്യാബ് ഉണ്ട്. അതുപോലെ അശോക് ലൈലൻഡ് എന്ന് പറയുന്ന മറ്റൊരു ഓട്ടോമൊബൈൽ കമ്പനിയുണ്ട്. അതുപോലെ ഫിനിക്സ് മിൽസ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുണ്ട്. കൂടാതെ ഹിറ്റാച്ചി എനർജി, അതുപോലെ ആസ്ട്രൽ പൈപ്സ് എന്നുള്ള പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കും നമുക്ക് ഇവർ ലിസ്റ്റ് കാണാൻ കഴിയും. ഇതുകൂടാതെ കജാരിയ സെറാമിക്സ്, അതുപോലെ ബ്ലൂ ഡാർട്ട്, അതുപോലെ ആംബർ എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളും അടങ്ങിയിട്ടുള്ള 20 സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ ആണ് ഈ ഗോൾഡ്മാൻ സാക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞതുകൊണ്ട് ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിന് അർത്ഥമില്ലെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുള്ള 20 സ്റ്റോക്കുകളും വളരെ സ്ട്രോങ് ആണ്, ഫണ്ടമെൻ്റലി ഹെവി ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചില മാനദണ്ഡങ്ങൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലർ അദാനി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാത്തവരുണ്ട്, അവർക്ക് അത്തരം സ്റ്റോക്കുകൾ ഒഴിവാക്കാം. അതേപോലെ ചിലർ സിമെൻറ്റ് സെഗ്മെൻറ്റിൽ ബുള്ളിഷ് അല്ലാത്തവരുണ്ട്. അതുപോലെ ട്രാവൽ സെഗ്മെൻറ്റിൽ ഈ പ്രത്യേകിച്ച് എയർലൈൻ കമ്പനികളിൽ താല്പര്യമില്ലാത്തവരുണ്ട്. കാരണം നമുക്കറിയാം ഇന്ത്യയിലെ എയർലൈൻ കമ്പനികളെല്ലാം തകർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എയർലൈൻ സ്റ്റോക്കുകൾ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. അപ്പോൾ നമ്മുടേതായ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളും കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനികളെ തീർച്ചയായും ലോങ് ടേമിലേക്ക് 2030 വരെ ഹോൾഡ് ചെയ്യുന്നതിൽ യാതൊരു അപകടവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടേതായ പഠനം നടത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.